നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട്ടിൽ കുരിശ് കൃഷി വ്യാപകമായി നടക്കുന്നു എന്നുള്ളതൊരു പുതിയ വാർത്തയൊന്നുമല്ല. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK സർക്കാരിൻ്റെ കീഴിൽ തന്നെ സ്റ്റാലിൻ ഭരണത്തിൽ തന്നെ എസ്രാ സർഗുണത്തെ പോലുള്ള ബിഷപ്പുമാർ തമിഴ്നാട്ടിൽ ഉടനീളം അഴിഞ്ഞാടിയിരുന്നു. ജഗത് കസ്പർ ആകട്ടെ, എസ്രാ സർഗുണമാകട്ടെ, കന്യാകുമാരി മുതൽ തമിഴ്നാട് മുഴുവനായിട്ട് ചെന്നൈ വരെയുള്ള പ്രദേശങ്ങളിൽ കുരിശ് കൃഷി വ്യാപകമായി നടത്തിയിരുന്നു. പക്ഷേ DMK സർക്കാരിൻ്റെ കാലത്ത് പ്രത്യക്ഷത്തിൽ സംഭവിക്കാത്ത ഒന്നുണ്ടായിരുന്നു. DMK നേതാക്കളോ MLA മാരോ മന്ത്രിമാരോ പരസ്യമായി കുരിശ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. നിയമസഭയ്ക്കുള്ളിൽ കുരിശ് കൃഷി കൊണ്ടുവന്നിരുന്നില്ല. ഉദയനിധി സ്റ്റാലിൻ ഏറ്റവും അവസാനത്തെ DMK സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലമായപ്പോഴേക്കും, അതായത് ഭരണം അവസാനിക്കാറായപ്പോഴേക്കും ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ ഈ കുരിശ് കൃഷിക്കാർ നടത്തുന്ന സമ്മേളനങ്ങളിലൊക്കെ പോകാറുണ്ട് എന്നുള്ളതിനപ്പുറം പരസ്യമായി കുരിശ് കൃഷിയെ DMK നേതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കുരിശ് കൃഷിക്കാർക്ക് വേണ്ട സഹായങ്ങളെല്ലാം സ്റ്റാലിൻ സർക്കാർ ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ അധികാരത്തിലുള്ള ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം സർക്കാർ തമിഴ്നാട്ടിൽ ഉടനീളം കുരിശ് കൃഷി ചെയ്യുവാനുള്ള സഹായങ്ങൾ നിർലോഭം കുരിശ് കൃഷിക്കാർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നിയമസഭയ്ക്കുള്ളിൽ പോലും അവരുടെ അഴിഞ്ഞാട്ടം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാവുകയാണ്. ആ ആരോപണങ്ങൾക്ക് സാധുത നൽകുന്ന പല പ്രവർത്തികളും തമിഴക വെട്രിക്കഴകം നേതാക്കളുടെ കയ്യിൽ നിന്ന്, പ്രത്യേകിച്ച് മന്ത്രിമാരുടെയും എന്തിന് നിയമസഭാ സ്പീക്കറുടെ പോലും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളെ വെറും ആരോപണങ്ങളായി, ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളായി തള്ളിക്കളയുവാൻ സാധ്യവുമല്ല. പറയുവാനുള്ള കാരണം, ആദ്യത്തേത് ഒരു 2 സംഭവങ്ങൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. ആദ്യത്തേത്, തമിഴ്നാടിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ ധനകാര്യമന്ത്രി തമിഴക വെട്രിക്കഴകം MLA-യുമായ N. മാരി വിൽസൺ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ തമിഴിൽ വലിയ വ്യാകരണ പിശകുകളുണ്ടായിരുന്നു. അതായത് തമിഴ് നേരെ സംസാരിക്കാൻ അറിയാത്ത ഒരു തമിഴ് മന്ത്രിയാണ് N. മാരി വിൽസൺ. MDMK-യുടെ MLA TM രാജേന്ദ്രൻ, അദ്ദേഹം ഈ വ്യാകരണ പിശക്, ഈ മാരി വിൽസൻ്റെ പ്രസംഗത്തിലെ തമിഴിലെ വ്യാകരണ പിശകുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ മാരി വിൽസൺ യാതൊരു മടിയും കൂടാതെ തമിഴ് ഉപേക്ഷിച്ച് പ്രസംഗം ഇംഗ്ലീഷിലാക്കി. അതിന് അദ്ദേഹം സഭയിൽ തന്നെ ഒരു ന്യായീകരണവും നൽകി. താൻ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ശാന്തിയുടെയും ഒക്കെ ഭാഷ പഠിച്ചത് ക്രിസ്തുമതത്തിൽ നിന്നാണ്, ബൈബിളിൽ നിന്നാണ്. എത്ര തമിഴ് പഠിച്ചാലും പലർക്കും അത് മനസ്സിലാകണമെന്നില്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. അതായത് ഈ തമിഴ് തായ്പാട്ട്, തമിഴ് എന്നെ അപമാനിക്കൽ സമ്മതിക്കില്ല, തമിഴാണ് എല്ലാത്തിനും മേലെ എന്നൊക്കെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്ന തമിഴക വെട്രിക്കഴകത്തിലെ ധനകാര്യമന്ത്രി എന്ന് പറയുമ്പോൾ പൊതുവെ കാണപ്പെടുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ രണ്ടാമനെന്നാണ് പൊതുവെ ധനകാര്യമന്ത്രിയെ കാണുന്നത്. അങ്ങനെയുള്ള ഒരാൾ നിയമസഭയ്ക്കുള്ളിൽ നിന്ന് തമിഴിനും മേലെയാണ് തൻ്റെ മതമായ ക്രിസ്തുമതം, ഞാൻ ജന്മനാ ക്രിസ്ത്യാനിയാണ് എന്നും കൂടി പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അത് എന്ത് സന്ദേശമാണ് തമിഴർക്ക് നൽകുന്നതെന്നുള്ളത് വ്യക്തമാണ്. രൂക്ഷമായ വിമർശനമാണ് ഇതിനെതിരെ ഉയർന്നത്. പ്രത്യേകിച്ച് BJP-യുടെ അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രനാകട്ടെ, മറ്റ് BJP പ്രവർത്തകരാകട്ടെ. ഏറ്റവും രസകരമായിട്ടുള്ള എന്നാൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി മാരി വിൽസന് ലഭിച്ചിരിക്കുന്നത് BJP-യുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അശ്വത്ഥമൻ എന്ന BJP-യുടെ ഒരു വക്താവുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, തമിഴിന് മേലെ സ്വന്തം മതം ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങൾക്ക് സെക്യുലറാണ് നിങ്ങളെന്ന് അവകാശപ്പെടാനുള്ള യാതൊരു അവകാശവുമില്ല. തന്നെയുമല്ല, ചരിത്രം നിങ്ങൾ പഠിക്കണം. ക്രിസ്തുമതം ഉണ്ടാകുന്നതിനും 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹവും ദയയും അന്യജീവികളോടുള്ള കരുണയും എല്ലാം തിരുക്കുറൾ പോലുള്ള ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ച ഭാഷയാണ് തമിഴ്. തന്നെയുമല്ല, ചരിത്രം പരിശോധിച്ചാൽ യേശു 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ഭാരതത്തിൽ താമസിച്ച് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് അദ്ദേഹം പ്രാവർത്തികമാക്കിയ സന്ദേശങ്ങൾ പഠിച്ച് ആ വിദ്യകളും അറിവും നേടി തിരികെ പോയി ക്രിസ്തുമതം സ്ഥാപിക്കുവാനുള്ള വഴിയൊരുക്കിയത് എന്നും അശ്വത്ഥമൻ കൃത്യമായിട്ട് മാരി വിൽസന് മറുപടി പറഞ്ഞു. മാരി വിൽസന് മറുപടി നൽകിയില്ലയോ, മാരി വിൽസനെതിരെ മാസ് ഡയലോഗ് BJP-ക്കാരടിച്ചോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. കുരിശ് കൃഷി നിയമസഭയ്ക്കകത്തെത്തിയിരിക്കുന്നു. വെറുതെ പറയുന്നതല്ല. മാരി വിൽസൺ മാത്രമല്ല നിയമസഭയിൽ ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടത്. നിയമസഭയ്ക്കുള്ളിൽ
ബൈബിളിനെ പ്രകീർത്തിക്കുന്ന ഒരു സ്പീക്കർ തന്നെ നിയമസഭയിലുണ്ട്. JCD പ്രഭാകർ എന്നാണ് നിയമസഭാ സ്പീക്കറുടെ, തമിഴ്നാട് നിയമസഭാ സ്പീക്കറുടെ പേര്. അദ്ദേഹം AIADMKയിലായിരുന്നു ആദ്യം. അവിടെ വലിയ ഉയർച്ചയൊന്നും ഉണ്ടാകാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന പണി ദിവസവും രാവിലെ ബീച്ചിലും ബസ്സുകളിലുമെല്ലാം ബൈബിൾ വിതരണമായിരുന്നു. ഒരു പെന്തക്കോസ്തുകാരൻ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ പൊതുനിരത്തുകളിൽ നിന്ന് എനിക്കുണ്ടേലെന്ന എനിക്കില്ലേലെന്ന എന്നെ കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പരസ്യമായും യേശുവിലാണൻ വിശ്വാസം കീശയിലാണൻ ആശ്വാസം എന്ന് രഹസ്യമായും പറയുന്ന ഒരു മതപ്രവർത്തകൻ, മതപ്രചാരകൻ ആയിരുന്നു ഈ JCD പ്രഭാകർ. അതിൽ അദ്ദേഹത്തിന് അഭിമാനവുമുണ്ട്. അദ്ദേഹം പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യം, മതപ്രവർത്തനങ്ങൾ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഒരു വ്യക്തിക്ക്. പക്ഷേ നിയമസഭയുടെ സ്പീക്കറാകുമ്പോൾ മറ്റാരെക്കാളും കൂടുതൽ മതേതരത്വം പാലിക്കേണ്ട ഒരു ബാധ്യത, അതായത് ഒരു മതത്തിനോടും ഒരു പക്ഷപാതം കാണിക്കരുത്. മതേതരത്വം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി കാണണം, മതമില്ലാത്തവരെയും സമഭാവനയോടുകൂടി കാണണം എന്നുള്ളത് ആ സ്പീക്കർ പദവിയുടെ അന്തസ്സിന് ചേരുന്നതാണ്. കാരണം സത്യപ്രതിജ്ഞയിൽ തന്നെ ഉള്ളതാണ്. യാതൊരു ഭാവഭേദമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എൻ്റെ കർമ്മങ്ങൾ ഞാൻ നിർവഹിച്ചു കൊള്ളാമെന്നുള്ള വാക്കുകൾ സത്യപ്രതിജ്ഞയിൽ വരുന്നത് ഇത്തരം പക്ഷാഭേദങ്ങൾ ഒഴിവാക്കുവാനാണ്. എൻ്റെ മതം മുകളിൽ എന്നുള്ള ഒരു സെമറ്റിക് ചിന്താഗതി ഒരു കാലത്തും ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിലെ നിയമസഭയ്ക്കുള്ളിൽ വരുവാൻ പാടില്ല. അത് ഹിന്ദുമതമായിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ. ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ധനകാര്യമന്ത്രി അതിന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പേ കുരിശ് വരച്ചു. അതിനൊന്നും ഞാൻ എതിരല്ല. കാരണം അവരവരുടെ വിശ്വാസം, വ്യക്തിപരമായിട്ടുള്ളൊരു ദൈവത്തിനെ ഒന്ന് വിളിക്കുന്നത് അത് ഏത് രീതിയിലുമാകട്ടെ, മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ പൊതുനിരത്തിൽ അത് പ്രകടിപ്പിക്കാത്തിടത്തോളം കാലം അത് വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ സ്പീക്കറുടെ കാര്യം അങ്ങനെയല്ല. സ്പീക്കർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആ സ്പീക്കറുടെ കസേരയിലിരുന്ന് ചെയ്യുവാൻ പാടില്ല എന്നുള്ളതൊരു പൊതുവായിട്ടുള്ളൊരു മര്യാദയാണ്. മാത്രമല്ല ഭരണഘടന നിഷ്കർഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയിൽ തന്നെ പറഞ്ഞിട്ടുള്ള സഭയ്ക്കും ജനങ്ങൾക്കും മാതൃകയാകേണ്ട പ്രഥമ വ്യക്തിയാണ് സ്പീക്കർ, സഭാധ്യക്ഷൻ, സഭയുടെ അധ്യക്ഷനാണ്. ഈ പ്രവർത്തികൾ അദ്ദേഹം സഭയ്ക്കുള്ളിൽ ചെയ്തത് പോരാഞ്ഞ് കാത്തലിക് സംഘടനകൾ ഓഗസ്റ്റ് 8-നും 9-നും ചെന്നൈയിൽ സംഘടിപ്പിച്ച ഒരു വാക്ക് ഫോർ ലൈഫ്, മാർച്ച് ഫോർ ലൈഫ് എന്നൊരു ജാഥയിലും പരിപാടിയിലും പങ്കെടുത്തു. ഈ മാർച്ച് ഫോർ ലൈഫ് എന്നുള്ളത് കഴിഞ്ഞ 5 വർഷങ്ങളായി കത്തോലിക്ക സംഘടനകൾ ചെന്നൈയിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ പ്രധാന ഉദ്ദേശം അബോർഷനെതിരെയുള്ള പ്രചരണമാണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയും വിദേശ രാജ്യങ്ങളിലെല്ലാം. അത് കത്തോലിക്ക സംഘടന ഉയർത്തിയൊരു മുദ്രാവാക്യമാണ്. അബോർഷൻ കൊലപാതകമാണ്, ഒരു കൊച്ചു കുഞ്ഞിനും ജീവിക്കുവാനുള്ള അവകാശമുണ്ട് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഈ പരിപാടിയിൽ സ്ഥിരമായി ഉയരാറുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത JCD പ്രഭാകർ എന്ന തമിഴ്നാട് നിയമസഭാ സ്പീക്കർ ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയരുന്നൊരു പരിപാടിയിൽ സ്പീക്കർ പങ്കെടുക്കുന്നത് തന്നെ തെറ്റാണ്. ആ മുദ്രാവാക്യങ്ങൾ സ്പീക്കർ ഏറ്റുവിളിക്കുക കൂടി ചെയ്താലോ. അത്തരത്തിലുള്ളൊരു നഗ്നമായ ഭരണഘടനയ്ക്കെതിരെയുള്ളൊരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഒരു വ്യക്തിക്ക് അവൻ്റെ ശരീരത്തിന് മേൽ പൂർണ്ണ അധികാരമുണ്ട്. ആ അധികാരം എന്നുള്ളത് അബോർഷൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സാധൂകരിക്കപ്പെടുന്നത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതും ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതിയെ മാത്രമല്ല, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 കൂടി വിപരീതമായിട്ടാണ് പരസ്യമായിട്ട് സഭാധ്യക്ഷൻ, തമിഴ്നാടിൻ്റെ സഭാധ്യക്ഷൻ, നിയമസഭാധ്യക്ഷൻ പ്രവർത്തിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതും കുരിശ് കൃഷിക്കാർക്ക് വേണ്ടി എന്നുള്ള ആരോപണം ഉയരുമ്പോൾ അത് നിഷേധിക്കുവാൻ അദ്ദേഹം കുറച്ച് പാടുപെടേണ്ടി വരും. തമിഴ്നാട് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്ന് അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, 20 മാസങ്ങളോളം അല്ലെങ്കിൽ 20 ആഴ്ചകളോളം അബോർഷൻ നിയമം തന്നെ അനുവദിക്കുന്നുണ്ട് എന്നൊക്കെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തികൾ ചെയ്ത, ഈ വാക്കുകൾ പറഞ്ഞ, മുദ്രാവാക്യങ്ങൾ വിളിച്ച ആളുകൾ, അത് മാരി വിൽസൺ ആകട്ടെ JCD പ്രഭാകറാകട്ടെ, ഇരുവരും യാതൊരു വിശദീകരണവും ഇതുവരെ നൽകിയിട്ടില്ല. തന്നെയുമല്ല, ഇവരുടെ വിശദീകരണത്തിന് ഇനി ഒരു പ്രസക്തിയുമില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നിയമസഭയ്ക്കുള്ളിലാണ് ഈ പ്രവർത്തികൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന് പുറത്ത് ഏതൊക്കെ തരത്തിലുള്ള കുരിശ് കൃഷിയുടെ സാഹചര്യങ്ങളാണ് ഇവർ ഒരുക്കി കൊടുക്കുന്നത്, എന്തൊക്കെ സഹായങ്ങളാണ് ഇത്തരത്തിലുള്ള അനധികൃത മതം മാറ്റത്തിന് വരെ ഇവർ ഒരുക്കി കൊടുക്കുന്നതെന്നുള്ള സംശയം ഒരു കോണിൽ നിന്ന് ശക്തമായി ഉയരുന്നുണ്ട്. ഹിന്ദു സംഘടനകൾ ശക്തമായ പ്രതിഷേധങ്ങളുമായി വരും ദിവസങ്ങളിൽ രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധങ്ങളെ ഒരു നിമിഷം അവഗണിച്ചാൽ പോലും, അല്ലെങ്കിൽ അങ്ങനൊരു സംഭവങ്ങൾ നടക്കുമ്പോൾ അത് ചർച്ച എടുക്കാമെന്ന് നാം തീരുമാനിച്ചാൽ പോലും,
ഇത്തരത്തിലുള്ള നഗ്നമായ ഭരണഘടനാ ലംഘനം അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തികൾ തമിഴ്നാടിൻ്റെ സഭാധ്യക്ഷൻ തന്നെ ചെയ്യുമ്പോൾ, തമിഴ്നാടിൻ്റെ ധനകാര്യമന്ത്രി അതിനെ ഏറ്റുപിടിക്കുമ്പോൾ, തമിഴിനും 20 നാഴികയ്ക്ക് 40 വട്ടം തമിഴ് തമിഴ് തമിഴ്, ഹിന്ദി തെരിയാതെ പോടാ, തമിഴ് മറ്റേത് ഭാഷയ്ക്കും മുകളിലാണ്, തമിഴാണ് മാതൃഭാഷ, എല്ലാത്തിൻ്റെയും മാതൃഭാഷ തമിഴാണ്, തമിഴിനോടുള്ള സ്നേഹത്തിനെ നിങ്ങൾക്കില്ലാതാക്കുവാൻ സാധിക്കില്ല, CBSE സ്കൂളിലായിരിക്കും പഠിക്കുന്നത്, ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്, തമിഴ് തായ് വാഴ്ത്തുന്ന പാട്ടേ ഞങ്ങൾ ആദ്യം പാടൂ എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടവും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ മന്ത്രിസഭയിലെ രണ്ടാമനാണ് തമിഴ് പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല, ക്രിസ്തുമതം പഠിക്കണം എന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത്. ഇത്തരത്തിലുള്ള നഗ്നമായിട്ടുള്ള ഒരു മതപ്രചാരണം നിയമസഭയ്ക്കുള്ളിൽ നടത്തുന്ന ജോസഫ് വിജയ്യുടെ സർക്കാർ ഈ പ്രവർത്തികൾ ചെയ്യുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ അത്ഭുതമൊന്നുമില്ല. അടിസ്ഥാനപരമായിട്ട് ജോസഫ് വിജയ് അധികാരത്തിലേറിയ അന്നു മുതൽ തമിഴ്നാട് സംബന്ധിച്ച്, വിജയുടെ സർക്കാരിനെ സംബന്ധിച്ചുള്ള എന്ത് വാർത്തകൾ വിശകലനം ചെയ്താലും ഞാൻ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. സിനിമാ നടൻ, സൂപ്പർ താരം, അതിനൊക്കെ അപ്പുറത്തേക്ക് വിജയ് അടിസ്ഥാനപരമായിട്ട് ഒരു കുരിശ് കൃഷിക്കാരനാണ്, കുരിശ് കൃഷിക്കാരുടെ ഏജൻ്റാണ്. അതിന് ഒരു സംശയവും വേണ്ട. ആർക്കെങ്കിലും ആ സംശയമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വിജയുടെ ഭരണത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഈ പ്രവർത്തികൾ, നിയമസഭയ്ക്കുള്ളിലെ കുരിശ് കൃഷി, ഇവിടെ ഒന്ന് കട്ട് ചെയ്യണേ, നിയമസഭയ്ക്കുള്ളിലെ കുരിശ് കൃഷി പ്രോത്സാഹനങ്ങൾ, അതും ധനകാര്യമന്ത്രിയും സ്പീക്കറും നേരിട്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ പറഞ്ഞ വാക്കുകളെ സാധൂകരിക്കുന്നതാണ്. വിജയ് കുരിശ് കൃഷിക്കാരനാണ് എന്ന് മാത്രമല്ല, രാജ്യാന്തരമായിട്ടുള്ള ഏതെങ്കിലും ഇത്തരം ലോബികളുടെ ഒരു കളിപ്പാവയാണോ എന്നുള്ള സംശയവും ഉയരുന്നു. അങ്ങനെ ഉയർന്ന സംശയത്തെ തെറ്റു പറയുവാനും നമുക്ക് സാധ്യമല്ല. അതാണ് ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ സാഹചര്യങ്ങൾ. എന്തായാലും തമിഴ്നാട്ടിൽ കുരിശ് കൃഷി നിയമസഭയ്ക്കുള്ളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി തമിഴ്നാടിൻ്റെ ഗതി എന്താകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.